അതെങ്കിലും ഓർമ്മ വെക്കണം. ഇടയ്ക്ക് അതൊന്ന് ഓർമ്മയുണ്ടായാൽ മതി. ഈ പലത് കാണുന്നത് ഭ്രമമാണ്. ആ ഒന്ന് മാത്രമായിരിക്കുന്ന ആ ചൈതന്യത്തിൽ, അല്ലെ, അത് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഒന്ന് മാത്രമായിരിക്കുന്ന ആ ചൈതന്യം മാത്രമേ ഉള്ളൂ. പക്ഷെ പലത് എന്നുള്ളത് ആ ഒന്നിൽ തന്നെ തോന്നപ്പെടുന്ന വിവർത്തങ്ങളാണ് എന്നാണ് ഇതിന്റെ വിവർത്തം. ഒരു ഭ്രമം മാത്രമാണ്, വേറൊന്നുമല്ല. അപ്പൊ ഉള്ളത് വസ്തു എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. ഇതിങ്ങനെ ഓർമ്മ വെച്ചാൽ മതി, ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വയ്ക്കുന്നതല്ല, അല്ല. അപ്പൊ ഈ പലത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഉടനെ ഓർമ്മ വയ്ക്കുക, ഓ, ഇതൊന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അത് ഓർമ്മ വെച്ചാൽ ഇതൊക്കെ വെറും തോന്നൽ മാത്രമാണ്, ഒരു ഭ്രമം മാത്രമാണ്. അപ്പൊ ഇത് പതുക്കെ പതുക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അത് ഉള്ളിൽ ഉറയ്ക്കും. അത് ഉള്ളിൽ ഉറയ്ക്കും. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ഓർക്കാറുണ്ട്. ഓക്കെ. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം പോരാ, ഓരോ നിമിഷവും അതിങ്ങനെ ഓർമ്മയുണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ. അപ്പോ എന്തായിരുന്നു? ഭരദ്വാജൻ, അല്ലെ, ഭരദ്വാജ മഹർഷി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇപ്പോ ശ്രീരാമന് ബോധോദയം ഉണ്ടായി, അല്ലെ, പക്ഷെ എന്നെ പോലുള്ള അജ്ഞരായ ആൾ, എന്നെ പോലുള്ള ആളുകൾ, എന്നെ പോലുള്ള മൂർഖന്മാരെന്നാണ് വരുന്നത്. അതുപോലെ ദുഃഖം അനുഭവിക്കുന്നവര്, അറിവില്ലാത്തവര്, പാപികള്. അപ്പോ ഇവരുടെയൊക്കെ സ്ഥാനം എവിടെ നിൽക്കുന്നു? പക്ഷെ രാമന്റെ ഇപ്പോഴത്തെ അവസ്ഥ എവിടെ നിൽക്കുന്നു? രണ്ടു തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് പറയണ, എനിക്ക് എങ്ങനെയാണ്, ഭരദ്വാജൻ വാൽമീകിയോട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്താലാണ്, അല്ലെ, എനിക്ക് എങ്ങനെയായാലാണ് ചിത്തവിശ്രമം കിട്ടുക? ഈ എന്താണ് സംസാരമാകുന്ന സാഗരം, സമുദ്രത്തെ എനിക്ക് എങ്ങനെയാണ് മറികടക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിക്കണം. അപ്പൊ അതിനെ വീണ്ടും വാൽമീകി മഹർഷി മറുപടി പറയുകയാണ്, ശ്രീരാമന്റെ ചരിതം ഞാൻ ആദ്യം മുതൽ വസിഷ്ഠൻ പറഞ്ഞനുസരിച്ച് നിന്നോട് പറഞ്ഞല്ലോ, ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നാനുള്ള കാരണം അജ്ഞതയാണ്, അവിദ്യയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം ഒട്ടും സത്യമല്ല എന്ന് പറയും, ഒട്ടും സത്യമല്ല. അപ്പോ ഇത് ഉള്ളതായിട്ട് തോന്നാനുള്ള കാരണം എന്താണ്? വാസനകളുള്ള ഉള്ളില് ആ വാസനകളാണ് സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നത്. ആ സങ്കല്പങ്ങളാണ് ദൃശ്യങ്ങളായിട്ട് പുറമേക്ക് വരുന്നത്. അപ്പൊ ഇതൊരു മാജിക് ഷോ പോലെയാണ് എന്നാണ് അത്, അല്ലെ, അങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. ഒരു മജീഷ്യൻ എങ്ങനെയാണോ അന്തരീക്ഷത്തിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നത്, അതേപോലെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ആ ഉള്ളില് ആ ബോധസ്വരൂപം, അതിനെയാണ് എപ്പോഴും ധ്യാനം ചെയ്യേണ്ടത് എന്ന് പറയാം. അപ്പൊ അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതിന്റെ സ്ഥാനത്ത് മറ്റു വല്ലതും കണ്ടുകൊണ്ടിരിക്കുക. അതാണ് അധ്യാരോപം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉള്ള വസ്തു ഒന്നായിരിക്കും, അതിൽ ഇല്ലാത്തതിനെ ആരോപിക്കുക, ഉണ്ടെന്ന് കണക്കാക്കുക, എന്നിട്ട് അത് അനുഭവിക്കുക. അതാണ് അധ്യാരോപം എന്ന് പറയുന്നത്. കയറിനെ പാമ്പായിട്ട് സങ്കല്പിക്കുന്നു, പാമ്പായിട്ട് കാണുന്നു, എന്നിട്ട് ആ പാമ്പ് കാരണം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുക, അല്ലെ. പാമ്പ് കണ്ടപ്പോ ഭയമുണ്ടായി, പരിഭ്രമമുണ്ടായി. യഥാർത്ഥത്തിൽ പാമ്പില്ല, ഉള്ളത് കയറ് മാത്രമാണ്. പക്ഷെ ആ ഉള്ള വസ്തുവില് പാമ്പ് എന്നുള്ളത് അധ്യാരോപമാണ് എന്നാണ് പറയുക. അതിന് അധ്യാരോപം എന്താ പറയുക? ആരോപിക്കില്ലാത്തതിനെ ആരോപിക്കുക. അപ്പൊ അതേപോലെ ആത്മാവില്, പ്രപഞ്ചം എന്ന് പറയുന്ന ആത്മാവിലൊരു അധ്യാരോപമാണ് എന്നാണ്. അതിന് വേറൊരു രീതി എങ്ങനെ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നടൻ തന്റെ മേല് ഒരു കഥാപാത്രത്തെ അധ്യാരോപിച്ച് അനുഭവിക്കും, അല്ലെ. താൻ ഒരു കഥാപാത്രമാണ് എന്ന രീതിയിൽ കണക്കാക്കുക. അതാണ് അധ്യാരോപം എന്ന്. കഥാപാത്രമല്ല നടൻ, നടൻ വേറെ ആളാണ്. പക്ഷെ നടൻ കഥാപാത്രമായിട്ട് മാറുകയാണ്, അത് അധ്യാരോപമാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ നടനിലെ വാസന എന്ന് പറയുന്നത് വേഷം കെട്ടണം എന്നുള്ള ആഗ്രഹമാണ് വാസന. അപ്പൊ അതുകൊണ്ട് ആ വാസന ഉള്ളതുകൊണ്ട് ആ വാസനയിൽ നിന്നാണ് പിന്നെ ആ കഥാപാത്രത്തെ കുറിച്ചും ആ വേഷത്തെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാകുന്നത്. ആ സങ്കല്പം നടപ്പാക്കുന്നതോടുകൂടി കഥാപാത്രമായി പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അതേപോലെ ഇവിടെ പ്രപഞ്ചമാകുന്ന ആ നാടകത്തിലെ നടൻ എന്ന് പറയുന്നത് ആ ഒരു വസ്തുവാണ്, ആ പ്യുവർ കോൺഷ്യസ്നസ്, അഖണ്ഡമായി എങ്ങും നിറഞ്ഞിരിക്കുന്ന ബോധസ്വരൂപം, ആ ബ്രഹ്മമാണ് നടൻ എന്ന് പറയുന്നത്. ആ നടനിലെ വേഷങ്ങളാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ രീതിയിലാണ് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോ വാസനകൾ എന്ന് പറഞ്ഞാൽ മുൻജന്മത്തില്, മുമ്പുണ്ടായ ജന്മങ്ങളിലെ ആഗ്രഹങ്ങള്,
അല്ലെ? അതൊക്കെയാണ് വാസനകളായിട്ട് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പൊ ആ വാസനകളാണ് ആഗ്രഹങ്ങളായിട്ട് വരുന്നത്, അല്ലെ? ചിന്തകളായിട്ട് വരുന്നു, സങ്കല്പങ്ങളായിട്ട് വരുന്നു. ആ സങ്കല്പങ്ങളാണ് പിന്നെ പുറമേക്ക് ദൃശ്യമായിട്ട്, പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്നതാണ്. അങ്ങനെയാണ് ക്രമം, അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ഇപ്പൊ നടൻ തന്റെ വേഷമൊക്കെ അഴിച്ചു മാറ്റുന്നത് പോലെ ഈ സ്വരൂപത്തെ, ബോധസ്വരൂപത്തെ തന്നെ അഭ്യാസം ചെയ്ത്, അതിനെ തന്നെ അനുസന്ധാനം ചെയ്ത് മറ്റു തലങ്ങളെയൊക്കെ, ആ അധ്യാരോപങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ജഗത്ത് ഇല്ലാതാവും. പിന്നെ ആ സത്യം മാത്രമേ ബാക്കി നിൽക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇല്ലാത്തതായ കാര്യങ്ങൾ ആരോപിച്ചിരിക്കുകയാണ്. അതിനെ ഓരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന പ്രക്രിയക്ക് അപവാദം എന്നാണ് പറയുന്നത്. അപ്പോ അധ്യാരോപം സംഭവിച്ചു കഴിഞ്ഞാൽ ജഗത്തുണ്ടെന്ന് തോന്നും. അപവാദം അതിനെ തിരിച്ച് അയക്കി കഴിഞ്ഞാൽ ആ സത്യവസ്തുവില് വരും, ആ ബോധത്തിന്റെ സ്വരൂപത്തിലേക്ക് വരാനും പറ്റും എന്നാണ് പറയുന്നത്. കാരണം നടൻ കഥാപാത്രത്തിന്റെ വേഷം കഴിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ നടൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ, അല്ലെ? അതേപോലെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ, മരുഭൂമിയിൽ തടാകം കാണുന്നത്, അത് ഇതിൽ മരുഭൂമിയെ അറിയാത്തത് കൊണ്ടാണ്, അതിനെ കാണാത്തത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് തടാകത്തെ കാണുന്നു. അല്ലെങ്കിൽ കയറിൽ പാമ്പിനെ കാണുന്നു. കയറിനെ കാണാത്തത് കൊണ്ട് അതിൽ പാമ്പിന്റെ രൂപം കാണുന്നു. അപ്പൊ അതേപോലെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ ബോധത്തില് ഭ്രമം മാത്രമാണ്, അധ്യാരോപം മാത്രമാണ്. അപ്പൊ പാമ്പായിട്ട് കണ്ടു, അതിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ പാമ്പ് മാറി കയറായി മാറും. അതേപോലെ തന്നെ മരുഭൂമി, ദൂരെ നോക്കി കഴിഞ്ഞാൽ ജലം കാണുന്നു, പക്ഷെ അതിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജലമില്ല, മരുഭൂമിയാണ് തോന്നുന്നു. അതേപോലെ തന്നെയാണ് ഈ ബോധസ്വരൂപത്തെ നമ്മൾ സമീപിക്കുമ്പോൾ, അതിനെ വിചാരം ചെയ്ത് സമീപിക്കുമ്പോൾ മറ്റുള്ള ഭ്രമങ്ങളെല്ലാം ഇല്ലാതാവും. പിന്നെ ആ വസ്തു മാത്രമായിട്ട് പ്രത്യക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ സത്യവസ്തുവിൽ എന്തൊക്കെയാണോ ആരോപിച്ചിരിക്കുന്നത് അതിനെ മുഴുവൻ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് നീക്കം ചെയ്യണം എന്നാണ്. ആ പ്രോസസ്സിനാണ് അപവാദം എന്ന് പറയുന്നത്. അപവാദം നമ്മൾ സാധാരണ കേൾക്കുന്ന അപവാദമല്ല. ഈ അപവാദത്തിന് വ്യത്യാസമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെയൊക്കെ നീക്കം ചെയ്യുക. അപ്പൊ ഉള്ള വസ്തു പ്രത്യക്ഷപ്പെടും. അതാണ് ഇതല്ല ഇതല്ല. അതിന് നേതി എന്ന് പറയാം. അങ്ങനെ ഒരു പ്രക്രിയയുണ്ട്, അല്ലെ? ഉപനിഷത്തുകൾ പറയാറുണ്ട്, എന്താണ് ഇതല്ല ഇതല്ല. ഓരോന്നിനെ അന്വേഷിക്കുക. ഇതാണോ സത്യം, ഇതാണോ സത്യം, ഇതാണോ വസ്തു? അപ്പൊ ഇതല്ല ഇതല്ല. അപ്പൊ ശരീരമാണോ, ഈ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളാണോ സത്യം, അതാണോ ഈശ്വരൻ? അല്ല. ഇങ്ങനെ ഓരോന്നിനെയും മാറ്റി എല്ലാത്തിനെയും തള്ളിക്കളി, അല്ലാത്തതിനെയൊക്കെ തള്ളിക്കളി. അപ്പോ എല്ലാത്തിനെയും തള്ളിക്കളി. പുറമേയുള്ള ആ ദൃശ്യപ്രപഞ്ചം ഇതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. പിന്നെയോ തന്റെ ഉള്ളിലുള്ള സങ്കല്പം, അതുമല്ല സത്യം. വാസനകള്, അതും സത്യവസ്തുവല്ല. ഇങ്ങനെ ഓരോന്നിനെ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് പുറന്തള്ളി അവസാനം ഇനി തള്ളി മാറ്റാൻ പറ്റാത്തൊരു തലത്തിലെത്തും. അതാണ് വസ്തു, അതാണ് സത്യം എന്ന് പറയുന്നത്. അതിന് നീതി പ്രക്രിയ എന്നാണ് പറയുക അതിന്. അപ്പോ ഈ ബോധ അഭ്യാസം ഉള്ളില് ഉറപ്പിക്കണം. അങ്ങനെ ആ അഭ്യാസത്തെ സ്ട്രോങ് ആക്കണം, അഭ്യാസം പവർഫുൾ ആക്കണം, അഭ്യാസം ശക്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അതെങ്ങനെ ശക്തിപ്പെടുത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇല്ലാത്തതിനൊക്കെ ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റും. അപ്പൊ തള്ളി മാറ്റുമ്പോ അവസാനം ആ സത്യവസ്തുവിലേക്ക് അതിനെ നേടാനായിട്ട് സാധിക്കും. ആ പ്രോസസ്സാണ് വാൽമീകി മഹർഷി ഭരദ്വാജന് ഉപദേശിക്കുന്ന. ഭരദ്വാജനോട് പറയണേ, നീ അത് ചെയ്യൂ എന്ന് പറയുക. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, അപ്പോ ഈ ജ്ഞാനസ്വരൂപത്തെ ആശ്രയിക്കാതെ അതിൽ നിന്ന് വിട്ടുപോകുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലേക്ക് വരാനിടയായത്, ഈ പ്രപഞ്ചത്തിലേക്ക് വരാനിടയായത് എന്ന് പറയാം. അപ്പൊ എല്ലാറ്റിനും ഇവിടെ എന്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ദൃശ്യങ്ങളുണ്ടോ, അതിനും അപ്പുറത്ത് ഈ ദൃശ്യങ്ങൾക്ക് ആശ്രയം എന്ന് പറയുന്ന ആ സത്യവസ്തുവാണ്. അപ്പൊ ഈ പ്രപഞ്ച ദൃശ്യങ്ങൾക്കും അപ്പുറത്ത് ഒരു ആശ്രയവുമില്ലാതെ സ്വതന്ത്രമായി സ്ഥിതി ചെയ്യുന്നതാണ് എന്നെന്നും നിലനിൽക്കുന്ന സത്യമാണ് ആ പ്യുവർ കോൺഷ്യസ്നസ്, ശുദ്ധബോധം എന്ന് പറയും. അപ്പോ ആ ആത്മസ്വരൂപം, അതിന്റെ ആ ഒരു അനുഭവത്തില് എല്ലാ ജഡദൃശ്യങ്ങളും അലിഞ്ഞു പോകും എന്നാണ് പറയുന്നത്.
അലിഞ്ഞൊഴുകും. അങ്ങനെ അലിഞ്ഞു പോകുമ്പോഴാണ് ആ വിദ്യ ശരിക്കും പ്രകാശിക്കുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഭരദ്വാജനോട് പറയണം, ഭരദ്വാജ, ഇവിടെ തുടക്കമില്ല, ആദിയില്ല, അന്തവുമില്ല. ഇതൊന്നും തുടങ്ങിയതല്ല യഥാർത്ഥത്തിൽ, ഇതിന് അവസാനവും ഇല്ല. ഈ കാണുന്നതൊന്നും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. ഈ ജഗത്ത് എന്ന് പറയുന്ന ഒരു സ്വപ്നം പോലെയാണ് എന്ന് പറഞ്ഞ, സ്വപ്ന തുല്യമാണ് ഈ ജഗത്ത്. അപ്പൊ വെള്ളത്തില് കുമിളകൾ എങ്ങനെയാണോ കാണപ്പെടുന്നത്, അത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണോ, തൽക്കാലത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്നു മാത്രം. അപ്പൊ അതേപോലെ എന്തൊക്കെ ഇവിടെ വേറെ വേറെ ആയിട്ട് കാണപ്പെടുന്നുണ്ടോ അതൊക്കെ അജ്ഞാനം കാരണം, അജ്ഞാനത്തിന്റെ ദൃഷ്ടിയിലാണ് ഈ വേർതിരിവൊക്കെ ഉള്ളത് എന്ന് പറയാം. ബോധമാകുന്ന സമുദ്രത്തില് ഓരോ നിമിഷവും ഉയർന്ന് അപ്രത്യക്ഷമാവുന്നതാണ് ഈ ദൃശ്യങ്ങൾ മുഴുവൻ. അങ്ങനെയാണല്ലോ. അപ്പൊ സമുദ്രത്തില് വെള്ളത്തില് കുമിളകൾ ഉണ്ടാവുന്നു, അത് എപ്പോഴും നിലനിൽക്കണം. വെള്ളം ഉള്ളിടത്തോളം കാലം കുമിളകൾ ഉണ്ടാവുന്നില്ല. കുമിള ഒരു ക്ഷണ നേരത്തേക്ക് ഒന്ന് ഉണ്ടാവും, പിന്നെ പൊട്ടിപ്പോവും, അപ്രത്യക്ഷമാവും. വീണ്ടും അടുത്തത് ഉണ്ടാവും, അപ്രത്യക്ഷം. അതേപോലെയാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങളൊക്കെ. നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഇപ്പൊ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പലതും കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ടായിരുന്നത്, ഇപ്പൊ ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ അത് ഉണ്ടാവൂല. അതേപോലെ തന്നെയാണ് ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൃശ്യങ്ങളെയും ഓരോ പദാർത്ഥങ്ങളെയും പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സത്യം നമ്മൾക്ക് ബോധ്യമാവും. അതുകൊണ്ടാണ് അതൊന്നും സത്യമല്ല എന്ന് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ത്രികാല ബാധിതം യത് സത്യം എന്നാണ് പറയുന്നത്. മൂന്ന് കാലങ്ങളാലും ബാധിക്കപ്പെടാത്തതാണ് സത്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇത് മൂന്നും ബാധിക്കില്ല സത്യത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ഈ ഭരദ്വാജനോട് പറയണ, നിന്റെ ഉള്ളില് ഇപ്പോ എന്താണ് ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രപഞ്ച ദൃശ്യം, അതെല്ലാം നിന്നിൽ നിന്ന് അകന്നുവിട, ആ ഭ്രമം മുഴുവൻ നിന്നിൽ നിന്ന് അകന്നു പോട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. അപ്പൊ അജ്ഞാനമാണ് നിന്നിലെ അറിവില്ലായ്മ, അജ്ഞാനമാണ് ഈ പ്രപഞ്ചമായിട്ട് ഇവിടെ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്ന ഭരദ്വാജനോട്. അപ്പൊ ആ അവിദ്യയില് ആദ്യം വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള ഒരു ഭാവം, അഹങ്കാരം, അഹന്ത, അല്ലെ? പിന്നെ അതിനുശേഷം മമത, എന്റേത്. അപ്പൊ ഞാനും എന്റേതുമാണ്. ആ തോന്നൽ, ആ ഭാവമാണ് മറ്റെല്ലാറ്റിനെയും വേറെ വേറെ ആയിട്ട് കാണിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ രാഗദ്വേഷങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, അല്ലെ? അപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഉയരാൻ സാധിക്കുക എന്ന് ചോദിക്കുക. അപ്പോ ഈ ആനന്ദസ്വരൂപം, കേവലമായ ആനന്ദസ്വരൂപം, അത് സമുദ്രമായിട്ട് അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് നീ അത് ആനന്ദമാണ്. അതിന്റെ അലകളൊക്കെ വളരെ ശാന്തമാണ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ളൊരു സമുദ്രം ഉള്ളപ്പോ നീ എന്തിനാണ് എന്താ പറയാ ചീങ്കണ്ണികളൊക്കെ നിറഞ്ഞ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപ്പ് സമുദ്രത്തിലെ തിരകളിൽ എന്തിനാ മുങ്ങി മറിയണമെന്ന് ചോദിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പുറത്ത് വളരെ എന്താണ് ശാന്തമായ, വളരെ മനോഹരമായ ഒരു കടല് ഇപ്പുറത്തുണ്ട്, സമുദ്രം ഇപ്പുറത്തുണ്ട്. പക്ഷെ ഇപ്പുറത്ത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദ്രം, അതാണ് സംസാരം എന്നത്. അപ്പൊ ഇവിടെ ബോധം, ആത്മതത്വം, ഇവിടെ സംസാരം. അപ്പൊ ഇതിവിടെ ഉള്ളപ്പോ നീ എന്തിനാ ഇവിടെ കിടന്ന് മറിയുന്നത് എന്തിനാന്ന് ചോദിക്കുക. എന്നിട്ട് ചോദിക്കുക, ഇവിടെ ആരാ ഉള്ളത്, ആരുണ്ട് ഇവിടെ, ആരാണ് പോയിരിക്കുന്നത്, ആർക്ക് എവിടെ നിന്ന് എന്താ കിട്ടിയിരിക്കണെന്ന് ചോദിക്കണ. എല്ലാം വെറും തോന്നൽ, തോന്നലാന്ന് പറയും. ഇതൊക്കെ ഭരദ്വാജനോട് ആലോചിക്കാൻ പറയാം. യഥാർത്ഥത്തിൽ ഇവിടെ ആരാണുള്ളത്, യഥാർത്ഥത്തിൽ ആരാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്, ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി ഇവിടെ നിന്ന് ചോദിക്കണം. ഇതൊക്കെ നീ ആലോചിക്കൂ. അപ്പൊ ഇത്തരം ചിന്തകൾ, ഇങ്ങനെയുള്ള തോന്നലൊക്കെ ആരൊക്കെയോ ഉണ്ട്, ആരൊക്കെയോ പോയി, ആരൊക്കെയോ വരണോ, അല്ലെ? അതുപോലെ എന്തൊക്കെയോ കിട്ടി, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു. ഇതൊക്കെ മായാമോഹമാണ്. എന്തിനാണ് ഈ ഒരു മായാ വലയത്തിൽ ഇങ്ങനെ മുങ്ങിക്കഴിഞ്ഞ എന്തിനാണെന്ന് ചോദിക്കാം. കാരണം ഇവിടെ സത്യം എന്ന് പറയുന്ന ഒരേ ഒരു ബോധം, കോൺഷ്യസ്നസ്, ബ്രഹ്മം, അത് മാത്രം ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ ഈ ജഗത്തായി കാണപ്പെടുന്നതും അതിനെ തന്നെയാണ്. ബോധത്തിനെ തന്നെ ഈ രൂപത്തിൽ കാണുന്നു എന്ന് മാത്രം, പ്രത്യക്ഷ രൂപത്തിൽ കാണുന്നു എന്ന് മാത്രം. അപ്പൊ ആ ബ്രഹ്മത്തിൽ നിന്ന്, ആ ബോധത്തിൽ നിന്ന് വേറെയായി ഇവിടെ ഒന്നും തന്നെ ഇല്ല. എന്തെങ്കിലും ഉണ്ടോന്ന് നീ വിചാരം ചെയ്ത് നോക്കൂ എന്ന് പറയണം ഭരദ്വാജൻ. നീ വിചാരം ചെയ്യൂ.
ആ ബോധത്തിൽ നിന്ന്, ആ സത്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താണ് ഉള്ളത് നീ വിചാരം ചെയ്ത് നോക്കൂ. എന്നിട്ട് പറയണ ഭരദ്വാജനോട്, കുഞ്ഞെ മോനെ നീ എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ നീ ദുഃഖിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഈ ജഗത്ത് എന്ന് പറയുന്നത്, ലോകം, സംസാരം എന്ന് പറയുന്നത് ബ്രഹ്മത്തിലൊരു വിവർത്തമാണ്. ബ്രഹ്മത്തിൽ ആരോപിക്കപ്പെട്ട ഒരു ഭ്രമം മാത്രമാണ് ഈ ജഗത്ത്. അത് വിവേകമില്ലാത്ത, വിചാരം ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്കുള്ളതാണ് എന്ന് പറയാം. വിചാരം ചെയ്യാൻ കഴിയില്ലാത്ത, വിവേകമില്ലാത്ത ആളുകൾക്കുള്ളതാണത്. നീ എന്തിനാ അതിന്റെ പിന്നാലെ പോണെന്ന് ചോദിക്കണം ഭരദ്വാജനോട്. അപ്പൊ ധന്യരായ ആളുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിലനിൽക്കുന്ന, ഒരു മാറ്റവുമില്ലാത്ത ആ ആനന്ദത്തെ ആശ്രയിക്കുന്നവരാണ് ധന്യരായ ആളുകൾ. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ദുഃഖം വരുന്നത്? സത്യം അറിയാത്തത് കൊണ്ടാണ്. സത്യം അറിയാത്ത ആളുകൾക്കാണ് പെട്ടെന്ന് ദുഃഖമുണ്ടാവുക. സത്യം അറിയാത്ത ആളുകളാണ് പെട്ടെന്ന് സന്തോഷിക്കും, അല്ലെ? നമ്മളുടെയൊക്കെ അവസ്ഥയാണ്, സാധാരണക്കാരുടെ അവസ്ഥ എന്താ? നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ നടന്നാൽ പെട്ടെന്ന് സന്തോഷമായി, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നാൽ പെട്ടെന്ന് ദുഃഖമായി. കാരണം യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്ന് അറിയുന്നില്ല. നേരെ മറിച്ച് സത്യം അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതെല്ലാം കണ്ട് പുഞ്ചിരിയോടുകൂടി നിൽക്കും എന്നാണ് പറയുന്നത്. ഒന്നിനാലും ബാധിക്കപ്പെടാതെ, വിഷമമുണ്ടാക്കുന്ന അനുഭവമായാലും സന്തോഷമുണ്ടാകുന്ന അനുഭവമായാലും ഒരേ ഭാവത്തിൽ പുഞ്ചിരിയോടുകൂടി അതിനെ നോക്കി നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ സത്യം അറിഞ്ഞ മഹാത്മാവിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു 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 ഭ്രമം മാത്രമാണ്. അപ്പൊ ഈ ഒരു സൂക്ഷ്മമായ തത്വം, ഈ സത്യം എന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ട്, അവിദ്യ കൊണ്ട് മറയപ്പെട്ടിരിക്കുകയാണ്. അല്ലെ? നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ ഇടയ്ക്ക് നമ്മള് സ്ഥലജല ഭ്രാന്തി, വിഭ്രമം ഉണ്ടാവാറുണ്ട്. സ്ഥലജല ഭ്രമം അറിയാമോ? സ്ഥലജല ഭ്രമം എന്ന് പറഞ്ഞാൽ ഇത് കരയാണോ കടലാണോ, കരയാണോ വെള്ളമാണോ, സ്ഥലമാണോ ജലമാണോ എന്നുള്ള വിഭ്രാന്തി ഉണ്ടാവും ചിലർക്ക്. അങ്ങനെയാണ്, അറിയില്ല. സ്ഥലജല വിഭ്രമം എന്നാണ് പറയുന്നത്. അത് നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചിലപ്പോ എവിടെ എത്തിയെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ലേ, ഒരു വിഭ്രാന്തി. അപ്പൊ അതേപോലെ ഈ സത്യത്തിനെ മറന്നിരിക്കുക എന്നാണ്. അതിനെ മറന്നുപോയി. അത് മറന്നപ്പോ അതിന്റെ സ്ഥാനത്ത് മറ്റു പലതും പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ നിറഞ്ഞ ഈ ജഗത്ത് യഥാർത്ഥത്തിൽ ഇവിടെ സൂക്ഷ്മ രൂപത്തിലുണ്ട്, ബ്രഹ്മത്തിൽ, ആ സത്യത്തിൽ, അല്ലെ? അത് പരമാണുവിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ പ്രാണന്റെ രൂപത്തിലാവാം. അത് നശിക്കാതെ എപ്പോഴും അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നും നഷ്ടമാവുന്നില്ല. മനസ്സിലായി? ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ. നേരത്തെ പറഞ്ഞു ഇത് എപ്പോഴും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് അപ്രത്യക്ഷമാകുന്നത് എവിടേക്കാ? എവിടെ നിന്നാണോ അത് ഉണ്ടായത് അതുമായിട്ട് ലയിച്ചു ചേരുക. അപ്പൊ പൂർണ്ണമായും നശിച്ചു എന്ന് പറയാൻ പറ്റുമോ? നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. സാധനം അവിടെ ഉണ്ട്, പക്ഷെ വേറൊരു രൂപത്തിലാണ് അവിടെ നിലനിൽക്കുക, സ്ഥിതി ചെയ്യുക എന്ന് മാത്രം. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഇത് വളരെ സട്ടിലാണ്, സെറ്റിൽ. അപ്പൊ ഇത് ഈ അപ്രത്യക്ഷമാവുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാതാവുന്നില്ല. അത് എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അതിൽ ലയിച്ചു ചേരുകയാണ്. അതാണ് അത് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നും നഷ്ടമാവുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നീ ദുഃഖിക്കുന്നത് എന്ന് ചോദിക്കും. ഇവിടെ ഒന്നും ഇല്ലാതാവുന്നില്ല, പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? അതാണ് ഭരദ്വാജനോട് ചോദിക്കുന്നത്. അപ്പൊ ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഈ ജഗത്ത് ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതുണ്ടാവാനുള്ള, അത് വേറൊരു രൂപത്തില് അതിന്റെ ശക്തികള് ആ പരമാത്മാവിൽ, ആ തത്വത്തിൽ അടങ്ങിയിരിക്കുന്നു. അതുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. അതില്ലെങ്കിൽ പ്രത്യക്ഷപ്പെടില്ല. അപ്പൊ ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഉള്ളത് ഇല്ലാതാവൂല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭരദ്വാജൻ. മനസ്സിലായോ? അപ്പൊ ഈ പലത് എന്ന് പറയുന്നത് തോന്നുന്നുണ്ടല്ലോ, പല വസ്തുക്കൾ ഇങ്ങനെ ഉണ്ടായിട്ട് ഇല്ലാതാവുന്നു, അപ്രത്യക്ഷമാവുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്, ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്ന സനാതനമായ, സനാതനം എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളത് എന്നാണ്. അപ്പൊ സനാതനമായ എന്തോ ഒന്നില് സംഭവിക്കുന്ന ഒരു കളി മാത്രമാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത്. ഉണ്ടായി മറയുന്ന ദൃശ്യങ്ങൾ, അതിൽ തന്നെ സംഭവിക്കുന്ന ഒരു 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 പ്ലേ. അതുകൊണ്ടാണ് ഗുരുജി പറഞ്ഞത്, അല്ലെ, ഈ ജഗത്ത്, ലോകം എന്ന് പറയുന്നത് പ്ലേ ആൻഡ് ഡിസ്പ്ലേ ഓഫ് കോൺഷ്യസ്നെസ്, വൺ കോൺഷ്യസ്നെസ്, യൂണിവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു ബോധത്തില് വെറും ഒരു പ്രകടനം, ഒരു കളി മാത്രമാണ് ഈ കാണുന്ന ജഗത്ത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ ആ സനാതനമായ സത്യത്തിലെ
സത്യം എന്ന് പറയുന്നത് സനാതനമാണ്, നാശമില്ലാത്തതാണ്, എന്നുമുള്ളതാണ്. ആ സത്യത്തില് ഒരു പ്ലേ ആണ്, ഒരു കളിയാണ് ഈ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് വരുന്ന പ്രക്രിയ. അപ്പൊ ഈ നാനാത്വം എന്ന് പറയുന്നത് ഒന്നില് കളിയാണ് നാനാത്വം. ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു സത്യമായിട്ട്, ഏകത്വം അല്ലെ? ആ ഏകത്വത്തില് ഒരു ഫൺ, അതാണ് നാനാത്വം എന്ന് പറയുന്നത്. അപ്പൊ ബോധത്തില് ഉണ്ടാവുന്ന ഒരു ഭ്രമമാണ് ഈ ജഡം എന്ന് പറയുന്ന ദ്വൈതം. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഉള്ളത് ഇല്ലായ്മ ഇതൊക്കെ ഓപ്പോസിറ്റ് ആണ്. ഉള്ളത് ഇല്ലാത്തത്, വെളിച്ചം ഇരുട്ട് പോലെ, അത് ഓപ്പോസിറ്റ് ആണ് യഥാർത്ഥത്തിൽ, അല്ലെ? അപ്പോ ഇത് രണ്ടും വിരുദ്ധങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഉള്ളത് ഒരിക്കലും ഇല്ലാതാവില്ല, ഇല്ലാത്തത് ഉണ്ടാവൂല്ല എന്ന് പറഞ്ഞാൽ പരമാർത്ഥം എന്ന് പറയുന്നത് ഇവിടെ പുതിയതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നത്. അതേപോലെ തന്നെ ഉള്ളതൊന്നും നശിക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ചിലത് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്, ചിലത് നശിക്കുന്നതായിട്ടും കാണുന്നുണ്ട്, ഇല്ല? ശരിയല്ല? നമ്മൾ കാണുന്നുണ്ട്. പുതുതായിട്ടൊന്നും ഉണ്ടാവണില്ല എന്ന് പറഞ്ഞു, ഉള്ളതൊന്നും നശിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ മുന്നിൽ കണ്ടോണ്ടിരിക്കുക, ചിലത് പുതുതായിട്ട് ഉണ്ടാവണു, ചിലത് ഇല്ലാതാകുന്നു. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ എന്നും നിലനിൽക്കുന്ന സനാതനമായി ശാശ്വതമായി നിലക്കുന്ന ബോധത്തിലെ വെറും വിവർത്തങ്ങളാണ്, ഭ്രമം മാത്രമാണ് എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഈ നാനാത്വം എന്ന് പറയുന്നത് അതിന്റെ ഉണ്ടാവലും, പലതിന്റെ ഉണ്ടാവലും നശിക്കലും ഇല്ലാതാവലും ആ അഖണ്ഡമായ എങ്ങും നിറഞ്ഞിരിക്കുന്ന ബോധസത്യത്തിലെ വെറും ഒരു കളി മാത്രമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ദുഃഖത്തിന് എന്ത് പ്രസക്തിയാണ് ഇവിടെ എന്ന് ചോദിക്കുന്നത്. പിന്നെ എവിടെ ദുഃഖം? അപ്പൊ ഇവിടെ അനേകം പലത് കാണപ്പെടുമ്പോ, പല ശരീരങ്ങള് വ്യത്യസ്തമായിട്ട് കാണപ്പെടുമ്പോ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ രാഗദ്വേഷങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മാർഗം എന്താ? അതിന്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അനേകം ശരീരങ്ങളിൽ, പല പദാർത്ഥങ്ങളിൽ, പല നാമരൂപങ്ങളില് എല്ലാം നിറഞ്ഞിരിക്കുന്ന ആ ബോധസത്യത്തെ കാണൂ എന്നാണ് പറയുന്നത്. അതിനെ മനസ്സിലാക്കും. പുറമേക്ക് പല രൂപത്തിൽ കാണുന്നുണ്ടെങ്കിലും എല്ലാറ്റിന്റെയും ഉള്ളില് ആ ഒരൊറ്റ വസ്തു മാത്രമാണുള്ളത്. അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനാണ് അവര്. ആ ഉള്ള വസ്തുവിലേക്ക് ശ്രദ്ധ വെക്കുമ്പോ പിന്നെ കാണുന്ന രൂപങ്ങളോട് രാഗവും ദേഷ്യവും ഉണ്ടാവില്ല. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ രാഗവും ദേഷ്യവും ഉണ്ടാവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് രാഗദ്വേഷങ്ങൾ ഉണ്ടാവണം? പുറമേക്കുള്ള രൂപത്തെ മാത്രം ശ്രദ്ധിക്കുന്നുകൊണ്ടാണ്, അല്ലെ? ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അട്രാക്ഷൻ, ഒരു അറ്റാച്ച്മെന്റ് തോന്നും. ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അകന്നു പോകാൻ തോന്നും, ദേഷ്യം തോന്നും, വെറുപ്പ് തോന്നും. എന്താ കാരണം? ആ പുറമേക്കുള്ള രൂപം മാത്രം കാണുന്നതുകൊണ്ടാ. പക്ഷെ അതൊരു വേഷം മാത്രമാണ്, നേരത്തെ പറഞ്ഞില്ലേ? പക്ഷെ അവിടെ വേഷം കെട്ടുന്ന ആൾ ഒന്ന് മാത്രമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ രൂപത്തിലും വേഷം കെട്ടി നിൽക്കുന്ന ഒരാള്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുടെ രൂപത്തിലും വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിയാണ്. അപ്പൊ ഒരാൾ തന്നെയാണ് പല വേഷം കെട്ടി നിൽക്കുന്നത്. നമ്മൾ വേഷത്തിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ഒന്നുകിൽ രാഗം, അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ദ്വേഷം, അവേർഷൻ, ഇതുണ്ടാവും. അപ്പൊ എന്ത് വേണം? ആ വേഷത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതിന് പകരം ആ വേഷം കെട്ടി നിൽക്കുന്ന ആളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ എന്നാണ് അവർ പിടികിട്ടണ്ട. ഒരാൾ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിയാ, ഒരൊറ്റ ആളേ ഉള്ളൂ. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ തന്നെയാണ് വേഷം കെട്ടി നിന്നിരിക്കുന്നത്. അല്ലെ? ശരിയല്ലേ? ഞാനും ഈ രൂപം കാണുന്ന ഒരു വേഷമാണ്. അപ്പൊ ഈ വേഷം മാറ്റിക്കഴിഞ്ഞാൽ അവിടെയും ആ ഒരു ആ ഒരു ബോധം, ആ സത്യം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് എല്ലായിടത്തും, എല്ലാ രൂപങ്ങളിലും ആ ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനെ കാണാനാണ് പറയുന്നത്. ഇനി ഇതിന് സാധിക്കുന്നില്ല, ദുരിതങ്ങൾ, ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും നിന്റെ കഷ്ടപ്പാട്, ദുരിതങ്ങൾ വിട്ടുമാറുന്നില്ലെങ്കിൽ ഇനി എന്താ മാർഗം? സത്യനിഷ്ഠനായ ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കൂ എന്നാണ് ഭരദ്വാജനോട് പറയുന്നത്. മനസ്സിലായി? ആരാ പറയണ? വാൽമീകിയെ പറയണ ഭരദ്വാജനോട്. സത്യത്തിൽ നിഷ്ഠ ചെയ്യുന്ന ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കൂ. ആ ഗുരുവിന്റെ അനുഗ്രഹത്തില് നിന്റെ ദുഃഖമെല്ലാം നീങ്ങിപ്പോകും എന്ന് പറയും. യെസ്, മനസ്സിലായി? അപ്പൊ നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ള ആളുകളാ നോക്കൂ. നമുക്ക് ആൾറെഡി ഒരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ട്, അല്ല? ശരിയല്ല? ഭരദ്വാജനോട് പറയാം. അപ്പോ ഇനി അടുത്ത മാർഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ മനസ്സ് അങ്ങേയറ്റം എന്താണ് ഇളകി മറിയുന്നുണ്ടെങ്കിൽ, ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരനെ സങ്കല്പിക്കൂ. ഈശ്വരനെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ രൂപമൊന്നുമില്ല യഥാർത്ഥത്തിൽ, അല്ല?
അപ്പൊ സങ്കല്പിക്കാൻ വിഷമാണ്, കാരണം മനസ്സ് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ രൂപമില്ലാത്ത ഒന്നിനെ സങ്കല്പിക്കാൻ വിഷമാണ്. അപ്പൊ എന്ത് വേണം? ഈശ്വരൻ ഒരു രൂപം കൊടുക്കൂ, ഒരു രൂപം സങ്കല്പിക്കൂ, എന്ത് രൂപവും ആവാം. ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ ഈശ്വരൻ ഒരു രൂപം കൊടുക്കൂ, അത് സങ്കല്പിക്കൂ, എന്നിട്ട് ധ്യാനം പരിശീലിക്കൂ എന്ന് പറയണം. ആ രൂപത്തിനെ തന്നെ ധ്യാനിക്കുക. സാകാര ധ്യാനം എന്നാണ് പറയുക, രൂപത്തോടുകൂടി ധ്യാനിക്കുക. അപ്പൊ എന്തിനാണ് ആ രൂപത്തോടുകൂടി ധ്യാനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ രൂപത്തെ ഈശ്വരനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രൂപത്തെ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ മനസ്സ് ഏകാഗ്രമാവും, മനസ്സ് ഫോക്കസ്ഡ് ആവും. മനസ്സ് ഏകാഗ്രമാവുമ്പോ മനസ്സിലെ രാഗദ്വേഷങ്ങളൊക്കെ നീങ്ങും, മനസ്സ് ശുദ്ധമാവും, ഉള്ളിലൊരു പ്രസന്ന ഭാവം വളരും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആദ്യം രൂപത്തിനോടുകൂടി ഈശ്വരനെ ആരാധിക്കുന്നു, ധ്യാനിക്കുന്നു. പിന്നീട് എന്ത് വേണം? രൂപമില്ലാത്ത സത്യത്തിലേക്ക് വരൂ. അപ്പൊ ഈ രൂപത്തില്, അപ്പൊ എന്തിനാണ് ഈശ്വരന് രൂപം കൊടുത്തതെന്ന് മനസ്സിലായോ? ആ രൂപത്തിലൂടെ രൂപമില്ലാത്ത സത്യത്തിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ രൂപം എന്ന് പറയുന്നത് ഒരു വഴികാട്ടി മാത്രം, ഒരു ചൂണ്ടുപലക മാത്രമാണ്. അപ്പൊ ആ രൂപത്തിലൂടെ, ഏത് രൂപവും ആവാം, രൂപത്തിലൂടെ രൂപമില്ലാത്ത സത്യത്തിലേക്ക് എത്തണം എന്ന് പറയാം. അപ്പോ രൂപത്തെ ധ്യാനിച്ച് അവസാനം എന്താ സംഭവിക്കുക? രൂപമില്ലാത്ത ആ സത്യത്തില് മനസ്സ് ഉറച്ചു നിൽക്കാൻ തുടങ്ങും, പതുക്കെ പതുക്കെ. അങ്ങനെ ആവണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈശ്വരന് നമ്മൾ എന്തെല്ലാം രൂപങ്ങൾ കൊടുത്തിട്ടുണ്ടോ, നമ്മളാണ് രൂപം കൊടുത്തത് ഈശ്വരന്, അല്ലെ? ഈശ്വരൻ എന്തൊക്കെ രൂപങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ എന്തിനാ? ധ്യാനം ചെയ്യാനുള്ള, ധ്യാനം ചെയ്ത് മനസ്സുറപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈശ്വരന്റെ രൂപങ്ങള്. യെസ്. അപ്പോ അജ്ഞാനം ആകുന്ന ആ ഒരു ശത്രുവിനെ ജയിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കാൻ എന്ത് വേണം? ഇന്ദ്രിയങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്ത് വിശ്വാസത്തോടുകൂടി ധ്യാനം ശീലിക്കണം. അതിനുള്ള മാർഗമാണ് ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഉള്ളില് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ, ഏകാഗ്രമായി കഴിഞ്ഞാൽ, എന്നിട്ട് എന്ത് വേണം? അവിടെയുള്ള ആ ബോധസ്വരൂപത്തിലുള്ള ആത്മാവിനെ കണ്ടെത്താൻ സാധിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഭരദ്വാജനെ അനുഗ്രഹിക്കണം. ഈ ഒരു ധ്യാന ദൃഷ്ടി നിന്റെ ഉള്ളിൽ പ്രകാശിക്കട്ടെ, നിനക്ക് തെളിയാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ് ഭരദ്വാജനെ അനുഗ്രഹിക്കണം. എന്തുകൊണ്ട് അനുഗ്രഹിക്കാൻ കാരണം? കാരണം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് പറയുന്നത്. നിനക്കത് പ്രയത്നിക്കാനുള്ള പൗരുഷം നിനക്കുണ്ടാവാം, ധൈര്യം നിനക്കുണ്ടാവാം, അതിനുള്ള കർമ്മവും നീ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതുകൊണ്ട് മാത്രം നടക്കില്ല. പിന്നെ എന്തുകൂടെ വേണം? ഇത് നടക്കണമെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം കൂടി വേണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ കർമ്മം വേണം, നമ്മൾ പ്രവർത്തിക്കണം, ധീരതയോടുകൂടി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവണം, കർമ്മം ചെയ്യണം. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മനുഷ്യന് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ്. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ അവസാനം, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നേതിർമതിർമമ. അല്ലെ അവസാന സജ്ജയം പറയുന്നില്ലേ? എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ ധനുർധാരിയായ അർജുനുണ്ടോ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. ഉണ്ടോ അവിടെ എല്ലാ ശ്രീ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്, വിജയം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്, എല്ലാ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. കർമ്മം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഈശ്വരന്റെ അനുഗ്രഹം കൂടി ചേരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രവൃത്തി മാത്രമല്ല പ്രധാനം. അപ്പൊ ഇവിടെ ഭരദ്വാജനോട് പറയുകയാണ്, പൂർവജന്മ കർമ്മങ്ങളാണ് വിടാതെ പിന്തുടരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പൂർവജന്മ കർമ്മങ്ങളിൽ, അനുഭവങ്ങളിൽ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? കാരണം പൂർവജന്മ കർമ്മങ്ങളുടെ വാസനയാണ് ഇപ്പൊ പ്രാരബ്ധമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ പ്രാരബ്ധ കർമ്മത്തിൽ അനുഭവം ഇല്ലാതാക്കാൻ ഈശ്വരന്മാർക്ക് പോലും സാധ്യമില്ല എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പൂർവജന്മത്തിലെ കർമ്മമാണ്, അതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാൻ ഈശ്വരന്മാർക്ക് പോലും സാധിക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്ത് വേണം? അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അയ്യോ ഭഗവാനെ കഷ്ടപ്പാടുണ്ടാവരുതേ. അപ്പൊ ഈ കഷ്ടപ്പാട് അനുഭവിക്കാനുള്ള കാരണം എന്താ? പൂർവജന്മത്തില് കർമ്മത്തിന്റെ വാസനയാണ്, അതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ സംഭവിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാനായിട്ട് പറ്റില്ല. ഗുരുവും അത് നീക്കം ചെയ്യുമൊന്നുമില്ല.
നമ്മൾക്ക് ആ വിഷമം, ആ കഷ്ടപ്പാട് നമ്മളുടെ മനസ്സിന് ഫീൽ ചെയ്യാതിരിക്കാൻ തക്കവണ്ണമുള്ള ജ്ഞാനമാണ് ഗുരു നമുക്ക് തരും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഇത് നീക്കം ചെയ്യാൻ ആർക്കും സാധ്യല്ല. ആ ജ്ഞാനം തരുമ്പോ ഇതൊന്നും നമ്മൾക്കൊരു വിഷയമാവില്ല. അതിനപ്പുറത്തേക്ക് കടന്നെല്ലാം നമ്മൾക്ക് സാധിക്കും. അല്ലെ? ശരിയാണോ? യെസ്, അതാണ് ഇതിന്റെയൊക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ സത്യത്തെക്കുറിച്ച് വെറുതെ പറഞ്ഞു നടന്നുകൊണ്ടോ അല്ലെങ്കിൽ സാമർഥ്യം കാണിച്ചുകൊണ്ടോ ഒന്നും ഈ സംസാരത്തോടുള്ള ആ ഒരു ഭ്രമം മാറില്ല എന്നാണ് പറയുന്നത്. ഈ ദ്വൈതഭാവത്തില് ഈ പലതുണ്ടെന്നുള്ളതില് അതിനെക്കുറിച്ച് അതില് ആഗ്രഹങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ദുഃഖം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഭരദ്വാജനോട് പറയാണ്, വിവേകം കൊണ്ട് ഈ മോഹത്തെ എല്ലാം ജയിക്കൂ എന്ന് പറയുന്നത്. വിവേകം ഉപയോഗിക്കൂ എന്ന് പറയുന്നത്. അപ്പോ ആ ജ്ഞാനനിഷ്ഠ നിന്നെ അനുഗ്രഹിക്കും, ആ ജ്ഞാനം നിന്നെ അനുഗ്രഹിക്കും, ഒരു സംശയവും വേണ്ട എന്ന് പറയുന്നു. തുടർന്നുള്ള കാര്യങ്ങള് നമുക്ക് നാളെ നോക്കാം. ഭരദ്വാജനോട് വീണ്ടും കുറെ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് വാൽമീകി മഹർഷി. അത് കഴിഞ്ഞ് രാമന്റെ ഇതെല്ലാം കേട്ട ശേഷം രാമൻ വസിഷ്ഠ മഹർഷിയോട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് വളരെ വളരെ രസമാണ്. ഓക്കെ, നമുക്ക് നാളെ നോക്കാം. കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. തന്നിൽ തന്നെ വിശ്രമിക്കൂ. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ആ ഉണ്ടെന്ന അനുഭവം, ഉണ്മ, അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. ഓം സം സമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോവശൂന്യാഭരാ സംഗച്ഛധ്വം സംവദധ്വം സംഭൗമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.